അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ വാഷിംഗ് മെഷീൻ്റെ മറ്റേ ഉള്ളിലത്തൊക്കെ നയിച്ചിട്ട് ക്ലീൻ ആക്കലാണ്. അത് കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കച്ചറ അഴുക്കുണ്ടാവുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ചെറിയ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഊരി നോക്കാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതൊരു മൈനസ് സ്ക്രൂ ആണ് വരുന്നത്. നമുക്ക് സാധാ സ്ക്രൂ വയ്ക്കുന്ന പോലെ തന്നെയാണ് അതിങ്ങനെ അടുത്ത സൈഡിലേക്കാണ് വരുന്നത്. ത്രെഡും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് തന്നെയാണ്, സാധാ നോർമൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കച്ചറ ഉണ്ട്, അഴുക്കുണ്ടല്ലേ. ഇതൊക്കെ കച്ചറയാണല്ലേ, ഇതൊക്കെ കച്ചറയാണ്. ഒരുപാട് അഴുക്കുണ്ട് ഇവിടെ. നമ്മളത് ഓരോന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൂരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാണ്, എടുത്ത് ഒഴിവാക്കുകയാണ്. അപ്പം ഉള്ളിൽ കൂടുതൽ കച്ചറൊന്നുമില്ല. സംഭവം കോട്ടൻ്റെ എന്തോ ഒരു തുണി വേസ്റ്റ് പോയിട്ട് കുടുങ്ങിയിട്ടുണ്ട്, അത് കാരണം നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോട്ടൺ വേസ്റ്റ് എടുത്ത് ഒഴിവാക്കണം. എന്താണ് കോട്ടൺ വേസ്റ്റ്, എന്തോ ഡ്രസ്സിൻ്റെ എന്തോ സംഭവം പോയിട്ട് നൂലുകളൊക്കെ പോയിട്ട് കുടുങ്ങിക്കാണ്. പിന്നുകളൊക്കെ ഉണ്ട്, ഉണ്ടോ? പിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ലോക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ കൂടുതൽ കച്ചറ എന്ന് പറയാനൊന്നുമില്ല. നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ, അതായത് ആ ഫ്രണ്ടിലെ നമ്മളെ സ്ക്രൂ ഇന്ന ഭാഗത്തും പിന്നെ ഈ ഷാഫ്റ്റിന് മാത്രം കുറച്ച് കച്ചറ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല നമ്മളത്. അതല്ലേ, പല സംഭവങ്ങളിൻ്റെ ഉള്ളിലുണ്ട്. എന്തൊക്കെ ഡ്രസ്സിൻ്റെ ആണോ എന്താണെന്ന് അറിയില്ല. കുറേ കമ്പിയും കാര്യങ്ങളും ലോക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് പൊട്ടിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും നെറ്റ് അയച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ കോട്ടൺ തുണി വേസ്റ്റ് തന്നെയാണ്. അതായത് നൂലുകളൊക്കെ പോയിട്ട് കുടുങ്ങിയിട്ട് ഉള്ള പ്രശ്നമാണ്. ഒരു ശബ്ദം ഉണ്ടായിരുന്നു, ആ ശബ്ദം ഇതിൻ്റേതായിരിക്കും എന്ന് നമ്മൾ കരുതണം. നമ്മൾ പറയാൻ കാരണം നമ്മളിതിൻ്റെ ഒരു മെക്കാനിക്കല്ല. ഓക്കെ, അത് കാരണമാണ്. കണ്ടോ, നമ്മളെ ലേഡീസ് ഉപയോഗിക്കുന്ന പിന്നിൻ്റെ ഹെഡാണത്. അതൊക്കെ പൊട്ടിയിട്ട് ഇതായിട്ട് നമ്മളടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ആക്കലാണ്, നന്നായിട്ട് ക്ലീൻ ആക്കുക. കാരണം നമ്മൾ വാഷ് ബേസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷുണ്ട്, ചെറിയൊരു ബ്രഷുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചറ ഉണ്ട്. അടിയിൽ ഫുൾ അയച്ച് നോക്കിയപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. കച്ചറൊക്കെ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണികൾ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലെ ലീഫും പാടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ക്ലീൻ ആക്കാനായിട്ട് നല്ല ബ്രഷാണ്, ടൂത്ത് ബ്രഷാണ് ഏറ്റവും നല്ലത് ക്ലീൻ ആക്കാനൊക്കെ. ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അടിയിലും വല്ലാതെ അഴുക്കൊന്നുമില്ല, ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. ചളിയുണ്ട്, കൂടുതലൊന്നും പോകണില്ല, അതാണ് പ്രശ്നം, വേറൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഓണാക്കി നോക്കുകയാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഒന്നുകൂടി നോക്കട്ടെ, സൗണ്ട് കമ്മി ആയിക്കണോ നോക്കട്ടെ. അപ്പോൾ സംഭവം സക്സസ് ആയിട്ടുണ്ട്. നമ്മളെ സൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത് സാധാ നോർമൽ സൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വെള്ളം തുറന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. മറ്റേ നല്ല സൗണ്ടാണ്, കടകടയെന്നുള്ള അടിയായിരുന്നു. ഞാൻ ആദ്യം വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ കണ്ടൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.